നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ സംശയരോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. സംശയരോഗം എന്നത് ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. ഇതിൽ ഒരാൾക്ക് അനാവശ്യമായ സംശയങ്ങളും ഭ്രമങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാര്യം. സാധാരണ കാര്യങ്ങൾ പോലും തെറ്റായി വ്യാഖ്യാനിച്ച് തനിക്കെതിരെ ആരോ എന്തോ ചെയ്യുന്നു എന്ന തോന്നലിൽ അയാൾ ജീവിക്കുന്നു. സംശയരോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്തിഷ്കത്തിലെ രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥയാണ് ഒരു കാരണം. സെറോട്ടോണിൻ, ഡോപ്പമിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ശരിയായി പ്രവർത്തിക്കാതായാൽ ചിന്താപ്രവർത്തനത്തിൽ അസാധാരണ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ജനിതക ഘടകം മറ്റൊരു കാരണമാണ്. കുടുംബത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം കൂടുതലാകാൻ സാധ്യതയുണ്ട്. ബാല്യകാലത്തുണ്ടായ മാനസിക പീഡനം, അവഗണന, അതിക്രമം അല്ലെങ്കിൽ വലിയ വേദനാജനകമായ ജീവിതാനുഭവങ്ങൾ മറ്റ് കാരണങ്ങൾ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒറ്റപ്പെട്ട് നിൽക്കൽ, കുടുംബം, സാമൂഹിക പിന്തുണ കുറവ്, ദീർഘകാല സ്ട്രെസ്സ് തുടങ്ങിയ സാമൂഹിക സാഹചര്യങ്ങളും കാരണങ്ങളായി മാറുന്നു. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് സംശയരോഗത്തിന് ഒരു കാരണമായി വരാം. ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, ഷിസോഫ്രീനിയ തുടങ്ങിയ മറ്റ് മാനസിക രോഗങ്ങളും സംശയരോഗം ഉണ്ടാക്കുന്നു. എന്താണ് സംശയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് ശ്രദ്ധിക്കാം. ചെറിയ കാര്യങ്ങളിലും അനാവശ്യ സംശയമുണ്ടാകുന്നു. മറ്റുള്ളവർ തന്നെ വഞ്ചിക്കും, ചതിക്കും എന്നൊക്കെയുള്ള തോന്നൽ, കുടുംബത്തോടും സുഹൃത്തുക്കളോടുമുള്ള അവിശ്വാസം, അസാധാരണമായ ഭയം, സുരക്ഷാബോധം കൂടുതലാകുക, ഇവ ആണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതിനെ നേരത്തെ തിരിച്ചറിയുകയും സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം, കൗൺസിലിംഗ്, മരുന്നുകൾ എന്നിവ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. സംശയരോഗത്തിന് ചികിത്സ പല രീതിയിൽ നടക്കുന്നു. ഓരോ വ്യക്തിയുടെയും അവസ്ഥ വ്യത്യസ്തമായതിനാൽ ഡോക്ടറുടെ വിലയിരുത്തലിന് ശേഷം മാത്രമേ ശരിയായ മാർഗം തീരുമാനിക്കാവൂ. ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടറുടെ ഉപദേശപ്രകാരം മരുന്നുകൾ കഴിക്കുക. ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ഭ്രമങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു. ചിലപ്പോൾ ഡിപ്രഷൻ, ഭയം, ഉത്കണ്ഠ എന്നിവ കൂടെ ഉണ്ടെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് അല്ലെങ്കിൽ ആൻറ്റി ആങ്സൈറ്റി മെഡിസിൻസും നമ്മൾ കഴിക്കേണ്ടത് ഉണ്ട്. ഭാവാവിഷ്കാരത്തിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ കാണിക്കുന്നവർക്ക് മൂഡ് സ്റ്റെബിലൈസേഴ്സും പ്രയോജനപ്പെടും. സൈക്കോതെറാപ്പി മറ്റൊരു ഉപാധിയാണ്. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അതായത് CBT തെറ്റായ ചിന്താ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാനും ശരിയാക്കാനും സഹായിക്കുന്നു. എല്ലാവരും തന്നെ എതിരാളികളാണ് എന്ന ധാരണ മാറ്റാൻ അത് സഹായിക്കുന്നു. കുടുംബവും സുഹൃത്തുക്കളും ചേർന്ന് സപ്പോർട്ടീവ് തെറാപ്പി രോഗിക്ക് സുരക്ഷാബോധം നൽകുന്നു. ജീവിതശൈലി മാറ്റങ്ങൾ സ്ട്രെസ്സ് കുറയ്ക്കുന്നു. യോഗ, ധ്യാനം, ശ്വാസ അടിസ്ഥാനമായിട്ടുള്ള വ്യായാമങ്ങൾ എന്നിവ ചെയ്യുക. മദ്യവും മയക്കുമരുന്നുകളും ഒഴിവാക്കുക. പര്യാപ്തമായ ഉറക്കം, ആരോഗ്യമുള്ള ഭക്ഷണം എന്നിവ ക്രമീകരിക്കുക. സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്തണം. ഒറ്റപ്പെട്ടിരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. കുടുംബത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. രോഗിയെ കുറ്റപ്പെടുത്താതെ ശ്രദ്ധയോട് കേൾക്കുക. നീ പറയുന്നത് തെറ്റാണ് എന്ന് നേരിട്ട് തർക്കിക്കാതെ സഹാനുഭൂതി കാണിക്കുക. മരുന്ന് സമയത്ത് കഴിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. സംശയരോഗം പലപ്പോഴും ക്രോണിക് ആയിട്ടുള്ള ദീർഘകാല സ്വഭാവമുള്ളതാണ്. തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ടി വരും. സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ ഇടയ്ക്കിടയ്ക്ക് കാണണം. കുടുംബ പിന്തുണ ഉണ്ടെങ്കിൽ രോഗി മെച്ചപ്പെടും. സംശയരോഗം ഒരു ചികിത്സിക്കാവുന്ന മാനസിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. മരുന്നും കൗൺസിലിങ്ങും ഒരുമിച്ചാൽ രോഗിയുടെ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ വ്യക്തികളിലെ സംശയരോഗത്തിൻ്റെ ഫലങ്ങൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിവിധ വശങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഇവിടെ പങ്കിടുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.